അന്ന് മമ്മൂക്ക എന്നെ ചീത്ത വിളിച്ചു. അപ്പം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ മോശമായി സംസാരിച്ചു എന്നൊക്കെ പറയുന്നു ചേട്ടാ. അപ്പം ഞാൻ ഭയങ്കരമായും പ്രയാസമായിപ്പോയി. അതിൽ ആദ്യത്തെ സിനിമയിൽ ലാലേട്ടൻ്റെ ഇതിൽ തന്നെയാണ് നമ്മൾ, അത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. എൻ്റെ അച്ഛനും അമ്മയോടൊപ്പമാണ് ഞാൻ സാറിനെ വെച്ചിരിക്കുന്നത്. സിനിമയെ സമീപിക്കുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ഒന്ന്, ഈ സിനിമ കൊണ്ട് എൻ്റെ ഗുരുവിന് ഒരു മാനം ഉണ്ടാവരുത്, കേടുണ്ടാവരുത്, ദോഷമുണ്ടാവരുത്. രണ്ട്, അപ്പോൾ ഒരു ടവലാണ് ഉടുത്തിരിക്കുന്നത്. ബാത്ത് ടവൽ ഉടുത്തിട്ട് പകുതി ഡോറ് തുറന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ കാലം തെളിയിക്കും എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ സാറുകളിൽ നിന്ന് കേൾക്കുന്ന അവസാനത്തെ ശബ്ദം. ചേച്ചി സവിത തിയേറ്ററിൽ കണ്ടിട്ട് ഇറങ്ങിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ രാത്രി ഞാൻ ഉറങ്ങില്ല. ഗുരുപത്നിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഒരു റിവാർഡായിട്ട് എനിക്ക് തോന്നി. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. പത്മനാഭൻ സാറിൻ്റെ അനുഗ്രഹം കിട്ടിയ എഴുത്തുകാരനെന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രതിഭ വിശേഷിപ്പിച്ചത് മോഹൻലാലാണ്. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞാണ്, എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ തിരക്കഥാകൃത്ത്, സംവിധായകൻ ബ്ലസ്സിയാണ് എന്നോടൊപ്പം ഉള്ളത്. പക്ഷേ പത്മനാഭൻ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ് ബ്ലസ്സിയേട്ടൻ. നമസ്കാരം. ഈ മുറി ചേട്ടൻ്റെ ഒരു ഒഫീഷ്യൽ മുറിയാണ് അല്ലേ? ഇവിടെ ഞാൻ കണ്ടത് വേറൊന്നുമല്ല, പത്മനാഭൻ സാറിൻ്റെ ഒരു ഫോട്ടോ ആണ് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത്. അതെ, എൻ്റെ അച്ഛൻ്റെയും അമ്മയോടൊപ്പമാണ് സാറ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ഭ്രമരത്തിൻ്റെ തിരക്കഥ ലാലേട്ടനെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ലാലേട്ടൻ എൻ്റെ കൈ പിടിച്ച് ഒരു ഉമ്മ തന്നു. എന്നിട്ടാണ് എന്നോട് ഈ വാക്കുകൾ പറഞ്ഞത്. അത് വേറെ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഞാനിപ്പോഴാണ് അറിയുന്നത്. എന്നാൽ പോലും അതൊരു വലിയൊരു അനുഗ്രഹമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഭ്രമരത്തിലെ ചില സീക്വൻസുകളൊക്കെ എഴുതുമ്പോൾ നമ്മളൊക്കെ അത് സാറിനെ നമുക്ക് ഫീൽ ചെയ്യും പോലെ ഒക്കെ തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ മുന്നിൽ ക്ലാപ്പടിച്ചുകൊണ്ടാണ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത് 2006 അല്ലേ? 1986. അതെ, നമുക്ക് പാർക്കാം മുന്തിരത്തൊപ്പുകൾ. അങ്ങനെയും കൂടി ഒരു സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം ലാലേട്ടൻ്റെ മുന്നിൽ നിന്നാണെന്നുള്ളൊരു വളരെ അപൂർവത കൂടിയാണ്. അന്ന് ക്ലാപ്പ് അടിക്കേണ്ടിയിരുന്നെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ ക്ലാപ്പ് കാണിക്കുകയുള്ളായിരുന്നു. അത് പറയാൻ കാരണം അങ്ങനെയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ സിനിമയായപ്പോഴത്തേക്ക് അത് എഡിറ്റിംഗ് റൂമിൽ അപ്പം ആണ് കൂടുതൽ ഈ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട്. അതിന് മുമ്പ് ഈ ആഗ്രയിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ടേപ്പ് റെക്കോർഡിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇത് സിങ്ക് ചെയ്യാനായിട്ടുള്ള പ്രയാസം കൊണ്ട് ഇത് ക്ലാപ്പ് അടിക്കണമെന്നുള്ളത് എഡിറ്റർ ബി ലെനിൻ്റെ നിർദ്ദേശപ്രകാരം ആണ്. നൊമ്പരത്തിപ്പൂവ് അതിൽ മമ്മൂക്കയാണ് ഹീറോ. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരം ക്ലാപ്പ് ഇങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടനാണ്. അപ്പം ഇങ്ങനെ 12 ബാർ 7 ടേക്ക് 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്പർ മാറുന്നതനുസരിച്ച് കോംപ്ലിക്കേറ്റഡ് ആകും. അങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, മൂന്നാറിലെ SN ടൂറിസ്റ്റ് ഹോമിൻ്റെ പുറകിലൊരു മൈതാനമുണ്ട്, ഒരു അരുവിയോട് ചേർന്നിട്ടുള്ള. അവിടെ മമ്മൂക്കായും മാധവിയും കൂടെ സംസാരിച്ച് നടക്കുന്ന ഒരു സീനാണ് ആദ്യത്തെ ആ പടത്തിൻ്റെ ചിത്രീകരണത്തിൻ്റെ ആദ്യത്തെ സീനെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഞാൻ ഇങ്ങനെ ഈ വെപ്രാളമെല്ലാം കാണിച്ച് ഞാൻ പറഞ്ഞതങ്ങ് തെറ്റി, മൊത്തം തെറ്റി. അത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിസ്റ്റർബൻസാണ്. പിന്നെ അതൊരു ഭയങ്കര അറിയാതെ ഒരു മൂഡ് മാറ്റമാണല്ലോ, ഒരു ഹ്യൂമറായിട്ട് മാറും. അന്ന് മമ്മൂക്ക എന്നെ ചീത്ത വിളിച്ചു. എന്നിട്ടവിടെ ആരുമില്ല ഇത് അടിക്കാനായിട്ട് വേറെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കരമായും പ്രയാസമായിപ്പോയി. ഞാൻ മാറി. പിന്നെ പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടനാണ് അതിന് ശേഷം ക്ലാപ്പ് അടിക്കുന്നത്. പിന്നീട് അപ്പം ഞാൻ സാറിനോടൊപ്പം രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്ന്, അപ്പം നമ്മുടെ ഒരു
പ്രയാസം ചിലപ്പോൾ ഈ ഒരു കാരണത്താൽ എന്നെ പറഞ്ഞു വിടുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയം. ഞാൻ ചെന്ന് സാറിൻ്റെ അടുത്ത് ക്ഷമയൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ പൊതുവേ ഞാൻ അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല അന്ന്, ആ കാലങ്ങളിൽ. അല്ലെങ്കിൽ വളരെ പതുക്കെ സംസാരിക്കും. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നെ ഇൻഹിബിഷനുണ്ട്, ഭയമുണ്ട്, മമ്മൂക്കായെ ആദ്യമായിട്ട് കാണുന്നു, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് സോറിയൊക്കെ പറഞ്ഞപ്പോൾ അത് സാറാകണ്ട, നീ അത് മനസ്സിലാക്കി പഠിച്ചൊക്കെ പറ, എന്നിട്ട് ഉച്ചക്കത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് നീ തന്നെ ക്ലാപ്പ് അടിക്കാൻ പറഞ്ഞു. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. അപ്പോൾ അതിനകത്തായിരുന്നു ആദ്യത്തെ ക്ലാപ്പ് അല്ല? ക്ലാപ്പ് അടിക്കുന്നത് നമ്മൾ ഈ ക്ലാപ്പ് സൗണ്ടോടെ സിങ്ക് ചെയ്യണമല്ലോ. മറ്റേത് ക്ലാപ്പ് നമ്പർ മാത്രമാണ്. അപ്പം അത് ആദ്യത്തെ സിനിമയിൽ ലാലേട്ടൻ്റെ ഇതിൽ തന്നെയാണ് നമ്മൾ. അത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അമ്മയോട് പിണങ്ങി സോളമൻ ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് ടാങ്കർ ലോറിയിൽ കയറി പോകുന്ന ഒരു സീനുണ്ട്. ആ സീനാണ് നമുക്ക് ഓർക്കാൻ മുന്തിരിത്തോപ്പുകളുടെ ആദ്യത്തെ ഷോട്ടെന്ന് പറയുന്നത്. എന്ത് രസകരമായ ഒരു ഓർമ്മയെന്ന് നോക്ക്. 2 നടന്മാരുടെ മുന്നിൽ അല്ലേ, ഒരു ക്ലാപ്പിലൊരു വഴക്ക് കിട്ടുന്നു, മറ്റിടത്ത് തുടങ്ങുന്നു. ആ തുടക്കം എന്തായാലും ഗംഭീരമായി. ആദ്യ പടം കാഴ്ചയാണെങ്കിലും ആദ്യത്തെ സിനിമ തന്മാത്രയായിരുന്നു, ആദ്യം ആലോചിച്ച പടം അല്ലേ? ഒരു കഥ എന്നുള്ള രീതിയിൽ ആലോചിച്ചിരുന്നത് തന്മാത്ര മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഇത് എഴുതാനൊന്നും കഴിയുമെന്നുള്ള എനിക്കറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ പ്രത്യേകിച്ച് അക്കാലങ്ങളിലൊക്കെ 10ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുമ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിലെ ആൾക്കാർ ലീവ് എടുക്കും. ഈ മക്കളോടൊപ്പം SSLC പരീക്ഷ അവരും പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിതത്തിനെ മാറ്റിവെച്ചിരിക്കുന്ന ഒരുപാട് ചെറിയ കുടുംബങ്ങളെ, അപ്പോൾ ഈ അണുകുടുംബം കോൺസെപ്റ്റൊക്കെ തുടങ്ങുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ എൻ്റെ ഉൾപ്പെടെയുള്ള വീട്ടുകളിൽ ഭർത്താക്കന്മാർ ഒരുവിധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഭാര്യമാർ വളരെ സൈലൻ്റായി നിൽക്കുന്നു. അവർക്ക് ബാങ്കിൽ പോയി ഒരു ചെക്ക് പോലും ഒപ്പിടാൻ കഴിയാൻ പറ്റാത്ത തരത്തിൽ, കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഒരു ഫാമിലി ഇഷ്യൂസൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ എഴുതുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടെന്ന് തോന്നിയിരുന്നില്ല. കഥ ഉണ്ടായിരുന്നെങ്കിലും സമീപിച്ചത് മമ്മൂക്ക തന്നെയാണ് ആദ്യം അല്ലേ? അതെ, കഥാപരമായിട്ട് ഇത് ചെയ്യണമെന്നുള്ള കാഴ്ചയുടെ കഥയുമായിട്ട് ആദ്യം ഞാൻ സംസാരിക്കുന്നത് ശ്രീനിയേട്ടൻ്റെ അടുത്താണ്. ശ്രീനിയേട്ടൻ്റെ അടുത്ത് ഞാൻ വിദ്യാരംഭത്തിൽ ജയരാജൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ശ്രീനിയേട്ടൻ്റെ അടുത്ത് ആദ്യം ഈ കഥ ചെന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം, നീയുടെ എൻ്റെ കൂടെ ഇരിക്കണം, ഈ അങ്ങനെ ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവ് സമയങ്ങളൊക്കെ എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സമയത്ത് ഞങ്ങൾ മാറുന്നത്. പിന്നീട് എനിക്കത് മുന്നോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് ഒന്ന് ഓണാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിനെ സമീപിക്കുന്നത്. ഇതിൽ 2 പേരിലേക്കും വരുന്നതിന് മുമ്പ് ഈ ഗുരുവിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നും. പക്ഷെ ഒരു സിനിമയാണ് ജീവിതം, ഇല്ലെങ്കിൽ അദ്ദേഹമാണ് ആയിരിക്കണം എൻ്റെ ഗുരു, അങ്ങനെയൊക്കെ ഒരു തീരുമാനം, അല്ലെങ്കിൽ എങ്ങനെയാണ് പത്മരാജൻ സാറിലേക്ക് എത്തിച്ചേരുന്നത്? എങ്ങനെ സിനിമയോടുള്ള ആദ്യ സമീപനങ്ങളൊക്കെ ക്ലാസിക് സിനിമകൾ കാണാനുള്ള ഒരു അവസരങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒരു സുദൃശ്യ എന്ന് പറഞ്ഞ ഒരു ഫിലിം സൊസൈറ്റി തിരുവല്ലയിൽ ഉണ്ടാകുകയും അത് ഞാൻ ഉൾപ്പെടെ ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയും ഒരുപാട് ഫെസ്റ്റിവലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പം സിനിമയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഒരു വേൾഡ് ക്ലാസിക്കുകൾ കണ്ടിട്ടുള്ള ഒരു തുടക്കമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് തിരുവല്ലക്കാരനായ എനിക്ക് എൻ്റെ മുന്നിൽ ആദ്യം ഞാൻ ചെല്ലുന്നത് KG ജോർജ് സാറിൻ്റെ അടുത്താണ്. അപ്പം ജോർജ് സാറ് പല പ്രാവശ്യവും പിന്നീട് ആവട്ടെ എന്ന് പറഞ്ഞു വരും. ആ സമയത്ത് ഇരകൾക്ക് ശേഷം അദ്ദേഹത്തിന് പടങ്ങൾ കുറവായിരിക്കുന്നൊരു സമയം കൂടെയാണ്. പക്ഷെങ്കിൽ ആ ശ്രമങ്ങളൊക്കെയും നടക്കാതെ വന്ന ഒരു ഘട്ടത്തിലാണ് വളരെ അവിചാരിതമായി തിരുവല്ലയിൽ തന്നെയുള്ള രാഗം മൂവീസ്, രാജു മല്യത്ത്, മണി മല്യത്ത് അവരുടെ ഒരു സിനിമയായിട്ട് വരുന്നതും. പക്ഷെങ്കിൽ അക്കാലത്ത് ഒരു പ്രൊഡ്യൂസർ പറഞ്ഞാൽ ഒരാളെ എടുക്കാവുന്ന തരത്തിൽ, എന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്ത് നേരിട്ട് പറയുക എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അത് ഇന്ന് പോലെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ ആവേശം മൊത്ത് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നു. അപ്പം പാം ഗ്രൂവിലാണ് ഇവരെല്ലാം താമസിക്കുന്നത്.
മ്യൂസിക് കമ്പോസിങ്ങും മറ്റും നടക്കുവാണ്, ജോൺസൺ മാഷും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവരുടെ അതിനടുത്തൊരു മുറിയിലാണ് പ്രൊഡ്യൂസർ രാജു മല്യത്തും അദ്ദേഹത്തിൻ്റെ കുറേ ടീമുകളും ലത്തീഫ് ഖായും ഒക്കെ കൂടെ ഇരുന്ന് രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയൊക്കെ ആയിട്ട് ഇരിക്കുന്നൊരു സമയത്ത് ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് സമയം ലത്തീഫ് ഖായുമായിട്ട് പേഴ്സണലി സംസാരിക്കാൻ ഒരു സമയം കിട്ടി. അപ്പോൾ അദ്ദേഹം അക്കാലത്ത് ഒരുപാട് ക്ലാസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനും അത്ര ഒരു പാരമ്പര്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ബൈസിക്കുത്തീസും ബാറ്റിൽഷിപ്പ് പോട്ടങ്കിനും അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് സമയം കൊണ്ട് ലോക സിനിമ എനിക്ക് പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പം പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ സാറിനെ കണ്ടില്ല, പത്മനാഭൻ സാറിനെ ഞാൻ കണ്ടില്ല. എന്നിട്ട് എനിക്ക് കാണാനുള്ളൊരു സമയം അനുവദിച്ച് കിട്ടിയില്ല. പക്ഷെങ്കിൽ ഇദ്ദേഹം ലത്തീഫ് ഖാ രാജു മല്യത്ത് പറഞ്ഞു, ഒപ്പം തന്നെ ലത്തീഫ് ഖാ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുടെ വെറുമൊരു ക്രൈസ് കൊണ്ട് വരുന്നതല്ല, സിനിമയെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു സിനിമ മാത്രം ചെയ്യാൻ അനുവാദം കിട്ടിയത്. ആ പടമാണ് നമുക്ക് വാർക്കാൻ 1986. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കാണുന്ന ഒരു നിമിഷം ഇപ്പോഴും എന്തായാലും ഒരിക്കലും മറക്കില്ല. ഉണ്ട്. ഞാൻ സാറിനോടൊപ്പം ചെല്ലുന്നതിന് മുമ്പ് ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ അതിൽ ആദ്യം ഏതാണെന്ന് മാത്രമുള്ളൊരു സംശയമുള്ളൂ. ഒരിക്കൽ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിലാണ്, തിരുവല്ലയിൽ നിന്ന് സിനിമ കാണാനായിട്ട് പോവുക. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ ഒരു 3-4 ആൾക്കാർ പോകും. അതും അദ്ദേഹം ഒരിടത്തൊരു ഫയൽമാനും പെരുവഴിയമ്പലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, പെരുവഴിയമ്പലാണ് ആദ്യം, അതിന് ശേഷമാണ് കൂടവിടെ എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കൈകേയി എന്ന സിനിമ IV ശശിക്ക് വേണ്ടി എഴുതി. ആ സിനിമ കൈകേയി സിനിമ കാണാനാണ് അപ്സര തിയേറ്ററിലോട്ട് ഞങ്ങൾ പോകുന്നത്. ആ സമയത്ത് നോക്കുമ്പോൾ ബസ് സ്റ്റാൻഡിലെ ഒരു തൂണിൽ ചാരി തൊട്ടടുത്തൊരു വലിയ പെട്ടിയൊക്കെ ഉണ്ട്, ഇദ്ദേഹം നിൽക്കുന്നു. അപ്പം കൂടെ വളരെ മനോഹരമായ ഒരു സിനിമയാണ്. പക്ഷെങ്കിൽ അന്നത്തെ എൻ്റെ ഒരു ബുദ്ധിജീവി ജാട എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തൊരു ഫയൽമാൻ പോലെയുള്ള, ഇപ്പോഴും ഇന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ ഒരിടത്തൊരു ഫയൽമാൻ. അങ്ങനെയുള്ളൊരു സിനിമയൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് മാറുകയാണല്ലോ എന്നുള്ള എൻ്റെ ഒരു അമർഷമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ 4 പേരും അദ്ദേഹത്തിനെ വളഞ്ഞു. അങ്ങനെ സിനിമയെക്കുറിച്ചും സാഹിത്യത്തിനെക്കുറിച്ചും ഒക്കെ വളരെ ഇതായിട്ട് കൈകൈ ഞങ്ങൾ സിനിമ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമർഷമൊക്കെ പ്രകടിപ്പിക്കുകയുണ്ടായി. അത് പിന്നീട് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിത് ഓർപ്പിച്ചു. അപ്പം അദ്ദേഹം അത് നീയായിരുന്നോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ആ രീതിയിൽ ഞങ്ങളുടെ അമർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ പോലെ അല്ല, ഞങ്ങളുടെ ഒരു സാഹിത്യത്തിനോടും സിനിമയോടുമുള്ള അങ്ങനെ ഒരാൾ മാറിയല്ലോ എന്നുള്ളതിൻ്റെ ഒരു രീതിയിൽ അതായിരുന്നു ആദ്യത്തെ കാഴ്ച. പിന്നെ കാണുന്നത് എവിടെ വെച്ച് തന്നെ? അതെ, ലൊക്കേഷനിലാണ്. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ആദ്യ സിനിമ നിൽക്കട്ടെ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഡിമാൻഡ്. പക്ഷെ പിന്നെ അദ്ദേഹത്തിന്റെ തുടർച്ചയായ സിനിമകൾ നിന്നു. അതെ 7 സിനിമകൾ. എന്തുകൊണ്ടാണ് നിന്നെന്ന് സംഭവിച്ചെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഓർക്കാൻ മുന്തിരിത്തോപ്പിൻ്റെ നേരത്തെ പറഞ്ഞ സോളമനും മമ്മയും കൂടെ ഉള്ള ആ സീനിൻ്റെ സമയത്ത്, അപ്പോൾ എനിക്ക് മനസ്സിലൊരുപാട് വലിയ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സിനിമയിൽ അവിടെ എന്താ ഈ തൊഴിൽ എന്ന് അറിയത്തില്ല. അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പണി എന്താണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മറ്റെന്തോ വലിയ സംഭവങ്ങളാണ് എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പം അവിടെ മമ്മ ഇങ്ങനെ ഒരു ചെറിയൊരു ഹൈറ്റിലുള്ള ഒരു സിറ്റ് ഔട്ട് മാതിരിയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നു, സോളമൻ താഴെ നിൽക്കുന്നു. അപ്പോൾ അവിടെ കുറേ ചെടിച്ചട്ടികളെല്ലാം ഇങ്ങനെ ആൾക്കാരെല്ലാം ഓടി നടന്നു. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടിട്ടില്ല, ഫസ്റ്റ് ഡേ ചെടിച്ചട്ടികളൊക്കെ പിടിച്ച് വെക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം പലതും ചെയ്യുന്നത് ഞാനന്നേരം ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പണിയല്ലല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്തിട്ടില്ല. അതും നല്ല തണുപ്പ് മൈസൂറാണ്. പിന്നെ ഒപ്പം തന്നെ ഞാൻ അങ്ങനെ ഒരു പുറത്തോട്ട് കേരളം വിട്ടിട്ടൊക്കെയുള്ള ആദ്യത്തെ ഒരു അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. സാറ് ഞാനവിടെ ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട്
എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അപ്പം ഞാൻ കണ്ടു. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ തുടക്കത്തിലൊക്കെ നമുക്കൊന്നും ഒരു ചെറിയ ഭയം ഉണ്ടാകും. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇയാളെന്താ കാറ്റ് കൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല ഞാൻ പണി. അപ്പം അപ്പോഴും രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു, കണ്ടില്ല അവരൊക്കെ ചെടിയൊക്കെ എടുത്ത് വെക്കുന്നത് ചെയ്യാൻ പോകും. എനിക്കൊന്ന് അന്ന് തുടങ്ങിയ ആ ഒരു പണികൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. തൂവാനത്തുമ്പികളുടെ ഷൂട്ടിന് ശ്രീനാഥ് ഒരു ജയലളിതയും കൂടെ അവരുടെ വീടിൻ്റെ മുകളിലുള്ള ഏരിയയിലെ രാംദാസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ ഈ ജയകൃഷ്ണൻ കോളേജിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയതും രാധയുമായിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. രാധയെ വിളിച്ച് ചോദിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീനാണ്. അപ്പം ആർട്ടിൻ്റെ ആൾക്കാർ അപ്പം പിന്നെ കുറച്ച് 2-3 സിനിമ ആയതുകൊണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ജോലിയൊക്കെ മനസ്സിലായി. അപ്പം സാറ് പറഞ്ഞു അവിടെ അപ്പം ഒരു ബ്ലാക്ക് ഓക്സൈഡ് വെച്ചിട്ട് തറ ഇങ്ങനെ അവിടെ അതെല്ലാം വൃത്തിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ആർട്ടിലെ പിള്ളേരെ വിളിച്ചാൽ മതി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ തറ മുഴുവൻ ഞാനത് തുടച്ചേ. അപ്പോൾ അന്നേരം ഞാനൊരു 2-3 സിനിമ കഴിഞ്ഞു. നമ്മളും കുറച്ചുകൂടെ സീനിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും നമുക്ക് അത് വേറൊരാൾ സാറ് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. അത് എന്തായാലും എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യ സിനിമ തൊട്ടേ ഞാൻ കൊടുത്തിരുന്നത്. അപ്പം അദ്ദേഹത്തിന് എനിക്കിതിനോടുള്ള വെറും ഒരു ക്രൈസ് അല്ലെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പക്ഷെ ഒരു ഗുരുവിനെ ഓർക്കുമ്പോൾ അദ്ദേഹം നമുക്ക് തന്ന പകർന്ന ഒരു വലിയ ക്വാളിറ്റി എന്തായിട്ടാണ് തോന്നി, അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എൻ്റെ അച്ഛനും അമ്മയോടൊപ്പമാണ് ഞാൻ സാറിനെ വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങും ഇത്രയും വലിയൊരു ആളോടൊപ്പം ഇത്രയും കാലം ഇത്രയും സിനിമ മനസ്സിലാക്കാൻ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. കാരണം അത് എനിക്ക് സിനിമ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടും സാഹിത്യത്തിനോടും എനിക്ക് ഇപ്പം കലാകൗമുദിയിലൊരു ചെറുകഥ എഴുതി വന്നാൽ അന്ന് വായിച്ചിട്ട് അടുത്ത ദിവസം അതിനെക്കുറിച്ച് അത് എഴുതിയ ആളോട് സംസാരിക്കാനായിട്ടുള്ള ഒരു ആക്സസ് ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്തും ചെയ്തിരുന്നു. അപ്പം തന്നെ എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്, വിരലുകളിൽ നോക്കിയിരുന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ചെറിയ മുക്കലും മൂളലും ഞരങ്ങലും ഒക്കെ വരെയും ഈ സ്ക്രീൻ പ്ലേയിലുണ്ടാകും. ഒപ്പം തന്നെ ഒരു സ്ക്രീൻ പ്ലേയിലുണ്ടാകുന്ന ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ. ഒരാൾ ചിരിക്കുന്നു, ഞാനത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം തൂവാനത്തുമ്പിൽ ക്ലാര അവളുടെ ഉള്ളിൽ നിന്ന് നുര പതഞ്ഞ് ഒഴുകി ഒരു ചിരിക്കുന്ന എക്സ്പ്രഷൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അതിനെ കൺസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അപ്രോച്ച്, ഒരു സാഹിത്യകാരൻ്റെ ഒരു അപ്രോച്ച്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ വായിക്കാനും ആ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പം ഇത്ര ഒരു വലിയൊരു ഒബ്സർവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യത്തിനെക്കുറിച്ചുമുള്ള ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ഉണ്ട്. മരണത്തിനെക്കുറിച്ച്, ജീവിതത്തിനെക്കുറിച്ച്. എൻ്റെ അച്ഛൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ചെന്നൈയിൽ ഞങ്ങൾ ഗാർഡൻ തിയേറ്ററിൽ ഡബ്ബിങ്ങിൽ നിൽക്കുകയാണ് തൂവാനത്തുമ്പിയുടെ. ആ സമയത്ത് തന്നെ മടിയിൽ പിടിച്ച് കിടത്തി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ മരിച്ചതിനെക്കുറിച്ചും. അപ്പോൾ അത്രയും എന്നെയും ഞാനൊരു എന്നെ അത്രയധികം കരുതാനും സ്നേഹിക്കാനും ഒക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ആ എഴുത്തിൽ ആ കരുതൽ കിട്ടിയെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് കാണുന്നില്ല. കാരണം ഞാൻ ഓരോ സിനിമയെ സമീപിക്കുമ്പോഴും 2 കാര്യങ്ങളാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ഒന്ന്, ഈ സിനിമ കൊണ്ട് എൻ്റെ ഗുരുവിന് ഒരു മാനം ഉണ്ടാവരുത്, കേടുണ്ടാവരുത്, ദോഷമുണ്ടാവരുത്. 2, ഞാൻ കാണാത്തൊരു സിനിമ ആയിരിക്കണം ഞാൻ എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ നിർബന്ധമായി ഞാൻ പാലിക്കാനായിട്ട് തോന്നിയിട്ടുള്ളത്. പപ്പേട്ടൻ്റെ വിയോഗം വളരെ, നമ്മൾ പറയാം അകാല വിയോഗം എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിനെ പോലുള്ളൊരു പ്രതിഭ പോകുമ്പോഴാണ്. ഇനിയും ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് എന്തൊക്കെയോ നൽകേണ്ടിരുന്ന ഒരാളാണ്. എപ്പോഴാണ് അദ്ദേഹം ഈ ഒരു വാർത്ത കേൾക്കുന്ന ഒരു നിമിഷം എപ്പോഴായിരുന്നു? ഞാൻ ഈ സാറിൻ്റെ ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ വർക്ക് ചെയ്തിരുന്നില്ല. എന്നെ വിളിച്ചിരുന്നു.
ഏറ്റവും ഒടുവിൽ ചെയ്തത് ഇന്നലെയാണ്. ഇന്നലെയാണ്. ഗന്ധർവൻ്റെ സമയത്ത് ഞാൻ ജയരാജിൻ്റെ വിദ്യാരംഭം വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊരു ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മദ്രാസ് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ച് അതെല്ലാം സംസാരിച്ചു. ആ തെറ്റിദ്ധാരണകളും ഒക്കെ മാറി. ഞാനിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാലിൽ ഞാൻ തൊട്ടു വണങ്ങി ക്ഷമ ചോദിച്ചു, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിച്ചു. എന്നിട്ട് ഞാനന്നേരം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ഒക്കെ ആയിട്ട് ചെന്നൈയിലുണ്ട്. അപ്പോൾ അവിടെ ചെന്നൈയിൽ വെച്ചാണ് ഇന്നലെയുടെ വർക്കിനായിട്ട് എഡിറ്റിനൊക്കെ ആയിട്ട് സാറ് വന്നിരിക്കുന്നത്. അദ്ദേഹം കുളിക്കാനായിട്ട് കയറിപ്പോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ടവലാണ് ഉടുത്തിരിക്കുന്നത്. ബാത്ത് ടവൽ ഉടുത്തിട്ട് പകുതി ഡോറ് തുറന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ കാലം തെളിയിക്കും എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ സാറിൽ നിന്ന് കേൾക്കുന്ന അവസാനത്തെ ശബ്ദം. അദ്ദേഹത്തിനെ കാണുന്നതും പകുതി ഈ ഡോറിന് പകുതിയിൽ എന്നാണ് കാണുന്നത്. ഇതൊരു ദാർശനികമായൊരു അതെ 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 ഒരു നാടക ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു കാര്യം. അപ്പം ഞാൻ ക്ഷമ ചോദിച്ചത് ക്ഷമിച്ചു എന്നാണോ ക്ഷമിച്ചില്ലെന്നാണോ ഒന്നും അറിയുന്നില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ടൊരു 2-3 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ മരണം സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തായിപ്പോയി. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു മുതുകുളത്ത് വീട്ടിലൊക്കെ പോയി നിലത്ത് കിടന്ന് ഉരുണ്ട് അലറിക്കരഞ്ഞിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിക്കും സാറിനും ഇടയിൽ പറഞ്ഞു തീർക്കാത്ത എന്തോ ഒക്കെ ബാക്കി വെച്ചതുപോലെ തോന്നുകയാണ്. പിന്നീട് ഞാൻ സഞ്ചയനത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചെന്നൈ ചെന്ന് കണ്ടിരുന്നു, സംസാരിച്ചു, അടുത്ത സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം എന്നെ കരുതിയിരുന്നു എന്നുള്ള ആണ് അത് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇത് ഒരു വലിയൊരു പിന്നീട് ഞാൻ കാത്തിരിക്കുകയാണ് സിനിമകൾക്ക് വേണ്ടി വർഷങ്ങൾ. വേണ്ട 13 വർഷം കാലം സിനിമയിൽ എവിടെയും എത്താതെ, അപ്പം ഈ ഒരു തലയ്ക്ക് മേലെ തൂങ്ങിക്കിടക്കുന്ന ഒരു വാള് പോലെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു, നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ കാലം തെളിയിക്കും. അപ്പം ഞാൻ തെറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണോ ഞാൻ ഇത്ര കാലങ്ങളായിട്ട് ഞാൻ സിനിമ ഇതൊരു വലിയൊരു മാനസികമായ ഭയങ്കരമായ പ്രയാസം ഉണ്ടാക്കിയിരുന്നതാണ്. അങ്ങനെ തന്നെയാണ് ആ സിനിമ ഗുരുവിന് കാഴ്ചയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സിനിമ ഇറക്കിയിട്ട് ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് ഷോ ഈവനിങ് ഫസ്റ്റ് ഷോ ചേച്ചി സവിത തിയേറ്ററിൽ കണ്ടിട്ട് ഇറങ്ങിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ രാത്രി ഞാൻ ഉറങ്ങില്ല എന്ന്. കാരണം ഞാനും സാറിനോട് ഞാൻ എത്രത്തോളം കമ്മിറ്റഡാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗുരുപത്നിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഒരു റിവാർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേതായിട്ട് വഴക്കിട്ടൊന്നുമല്ലല്ലോ പോയത് ഇല്ല അത് പലരുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഒരാളുടെയോടൊപ്പം ആയി കിട്ടുവാനായിട്ട് വേറൊരുത്തന്നെ ചവിട്ടി പുറത്താക്കിയാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ മോശമായി സംസാരിച്ചു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും പിന്നീട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഇതിന് വിളിച്ചപ്പോൾ ഞാൻ ജയരാജൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നു ആ സിനിമ. അങ്ങനെ ആ സിനിമയ്ക്ക് പോകാൻ സാധിച്ചില്ല. അവിടെ ആ സമയത്തും സാറ് പലരോടും പറഞ്ഞിട്ടൊന്ന് അവനില്ലാത്ത എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ച് അത്രയധികം ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യാനെന്നൊരു സ്വഭാവം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് മാറി പിന്നെ ലോഹിയേട്ടൻ്റെ കൂടെയും ജയരാജൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിരുന്നു അല്ലേ? അതെ അത് അവിടെ അവരുമായിട്ടുള്ള ലോഹിയേട്ടൻ്റെ അടുത്താണോ പിന്നെ പോകുന്നത്? അല്ല, ലോഹിയേട്ടൻ്റെ അടുത്ത് അതിന് മുമ്പ് ജയരാജൻ്റെ ആദ്യ സിനിമ ഉണ്ടായിരുന്നു. പിന്നെ
ഏറ്റവും അവസാനം ചെയ്തതും ജയരാജൻ്റെ കൂടെ ഫോർ ദി പീപ്പിൾ. അപ്പോൾ പിന്നെ ഞാൻ സിനിമയൊന്നും ചെയ്തില്ല. അസോസിയേറ്റായിട്ട്. പിന്നെ വേണിച്ചേട്ടൻ വേണുനാഗവള്ളിയുടെ കൂടെ സിനിമകളിലുണ്ടായിരുന്നു, രാജീവ് അഞ്ചലിൻ്റെ കൂടെ, അങ്ങനെ ജോസ് തോമസ്, ഐ വി ശശി, സുന്ദർദാസ്. അതായത് പത്മരാജൻ സാറിൻ്റെ അടുത്ത് നിന്ന് ഇവരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്തു. ആ ഒരു ഇൻറ്റിമസി ഇവരോട് ആരുടെങ്കിലും കിട്ടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? വേണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ നിൽക്കും. വേണിച്ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ചാണ് ഞാൻ. അത് വേറൊരു ഗുരുകുലമായിരുന്നു. വേണിച്ചേട്ടൻ എഴുതില്ല, വേണിച്ചേട്ടൻ പറയുള്ളൂ. അപ്പോൾ പറയുമ്പോൾ നമ്മൾ ഇരുന്ന്, ഞാനും കോന്നിയൂർ ഭാസുമാണ് ഇരുന്ന് എഴുതിയെടുക്കുക. അതൊരു വേറൊരു എക്സ്പീരിയൻസ്. വേണിച്ചേട്ടനോടും ഒരു ബ്രദറിനെ പോലെ തന്നെയായിരുന്നു. കാരണം ഒരിക്കലും വേണിച്ചേട്ടൻ ട്രിവാൻഡ്രത്താണെങ്കിൽ വേണിച്ചേട്ടൻ്റെ വീട്ടിൽ തന്നെ എന്നെ താമസിപ്പിച്ചിട്ടുള്ളത്. പുറത്ത് ഒരു വർക്കിന് പോവുകയാണെങ്കിൽ വേണിച്ചേട്ടൻ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ തൊട്ടടുത്ത റൂമായിരിക്കും എൻ്റെ. അങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയൊരു ചില നിർബന്ധങ്ങളൊക്കെ അങ്ങനെ കീപ്പ് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ലോഹിയേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ, ലോഹിയേട്ടൻ്റെ രണ്ടാമത്തെ സിനിമ തൊട്ട് ഞാനുണ്ട്. ലോഹിയേട്ടൻ്റെ എൻ്റെ എഴുത്തിൻ്റെ സമയത്ത് അപൂർവം ആൾക്കാരാണ് ലോഹിയേട്ടനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ചേട്ടനിങ്ങനെ ഒരു മുറിക്കകത്തിരുന്ന് എഴുതുന്നതൊക്കെ നമ്മൾ മാറി നോക്കിക്കഴിഞ്ഞാൽ ആരോ ഒരു വട്ട് പിടിച്ച് ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യനിരുന്ന് എന്തൊക്കെ എന്ന് വെച്ചാൽ തന്നെ സംസാരിക്കും, തലയിലൊരു തോർത്ത് വരിഞ്ഞ് കെട്ടിയിട്ടുണ്ടാവും, തന്നെ ഡയലോഗ് പറയും, ആക്ഷൻ കാണിക്കും. അപ്പം ഇതൊക്കെ പിന്നെ പുള്ളിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ആകുന്നത് ഇഷ്ടമല്ല വേറെ ആരെങ്കിലും അങ്ങനെ. അപ്പോൾ അതിനെയൊക്കെ കുറേ ശീലങ്ങൾ കൊണ്ട് നമുക്കത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മളുമായിട്ട് അത് പലതും ചിലപ്പം സ്ക്രിപ്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വേണ്ടിയത് എന്ന് പറയും. അപ്പോൾ കന്മതം എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിനോടൊപ്പം. അപ്പോൾ അതിലൊരു മുത്തശ്ശി കാണും. ഇങ്ങനെയാണ് ഈ സന്ധ്യയ്ക്ക് ഇങ്ങനെ കൊച്ചുമോനെ കാത്തിരിക്കുന്ന ഒരു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ പറയും. എന്നിട്ട് ട്രിവാൻഡ്രം മുതൽ ഞാൻ പാലക്കാട് വരെ ഞാൻ ഈ മുത്തശ്ശിമാരെ അന്വേഷിച്ച് പോവാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആർട്ടിസ്റ്റുകളെ തേടിയുള്ള യാത്ര ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ലോഹിയേട്ടൻ്റെ കൂടെയാണെന്നാണ് പറയാം. കന്മതത്തിലെ മുത്തശ്ശി, അരണ്യങ്ങളുടെ വീട്ടിലെ ലക്ഷ്മി ഗോപാലസ്വാമി, ജോക്കറിലും മന്യ, അങ്ങനെ കുറേ ചെറുതും വലുതുമായ ഒരുപാട് ആൾക്കാരെ നമുക്ക് അതിൽ കൂടെ നമുക്ക് വെച്ചാൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് എഴുതുന്നതിന് മുമ്പ് ഇടയ്ക്ക് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അരണ്യങ്ങളുടെ ഒരു നോർത്ത് ഇന്ത്യക്കാരി ഒരു പെൺകുട്ടിയായിരിക്കണം, നോർത്ത് ഇന്ത്യൻ ലുക്കുള്ള, ഇങ്ങനെ മലയാളം കുറച്ചൊക്കെ മാത്രം അറിയുന്ന അങ്ങനെ. അപ്പം ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ഒരു ടാറ്റ കാപ്പിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ അതിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ട്. ഒരു പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്ക് കാപ്പി കൊണ്ട് കൊടുത്തിട്ട് അത് ഇതായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ആക്ഷനൊക്കെ എടുത്ത് കാണിക്കുന്നൊരു പെൺകുട്ടി. അത് ലക്ഷ്മി ഗോപാലസ്വാമിയായിരുന്നു. പിന്നീട് അത് ഷൂട്ട് ചെയ്ത ആൾക്കാരെ തപ്പി ആണ് ബാംഗ്ലൂർ ജയനഗർ വീട്ടിൽ ഞാൻ പോയി. അവിടെ ഞാൻ ഷൂട്ട് ചെയ്ത് അവരെ വീഡിയോ ഷൂട്ട് ചെയ്ത് അതുകൊണ്ട് കാണിച്ചിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ. അപ്പം ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആംഗിൾസും. ലോഹിയേട്ടന് ആണെങ്കിൽ ഒരു മോഡുലേഷൻ എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് അഭിനയിച്ച് കാണിക്കും. ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മഞ്ജു വാര്യർ സല്ലാപത്തിന് വേണ്ടി വരുമ്പോൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ആദ്യം ചെയ്തത് ഒരു ചൂലെടുത്ത് കൊടുത്തു തൂക്കാൻ പറഞ്ഞു. ഇപ്പം അപ്പം മഞ്ജു അപ്പോൾ അത് വളരെ ഇതായിട്ട് സ്കേർട്ടൊക്കെ എടുത്ത് വെച്ച് സാധാരണ. എന്നിട്ട് അപ്പം ഒരു പെൺകുട്ടി തൂക്കുന്നതിൻ്റേതായിട്ടൊരു ഋതമുണ്ട്, ഒരു താളമുണ്ട്. അങ്ങനെ ഓരോന്നിനോടും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന് ഉണ്ട്. ഞാൻ ഓർക്കുന്നു, അപ്പം മഞ്ജുവിന് ഒരു ഡയലോഗ് കൊടുക്കണം. അപ്പോൾ പേന എടുത്തിട്ട് പേപ്പറിൽ കുറിച്ചാണ്, ആ തള്ളയെ ഞാൻ എങ്ങനെയാണ് വീഴ്ചതെന്നറിയാമോ, 2 മുഴം പോലെയും 4 പരിപ്പോടെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് ആണ് ഞാൻ എന്നിട്ട് മഞ്ജുവിന് വായിച്ചു കൊടുക്കുകയും അതിൻ്റെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.